ഹലോ. അപ്പോൾ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ആൾ വരുന്ന കാര്യം. പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര സർപ്രൈസ്ഡായി. അപ്പോൾ ആളെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കേട്ടോ. പക്ഷെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി. നമ്മുടെ വീടിൻ്റെ അതായത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എല്ലാവർക്കും കാറിടാനായിട്ട് സ്ഥലമുണ്ട്. എന്നാലും ഇപ്പോൾ പുതിയതായിട്ട് 1-2 ഫാമിലീസ് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് കാറിടാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ ആ പുള്ളിക്കാരൻ നമ്മുടെ കാറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. വേണമെന്ന് വെച്ച് നിർത്തിയതായിരിക്കില്ല, പക്ഷേ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. പക്ഷേ അറിയുന്ന ആളാണ്. നമ്മൾ ഫോൺ പോയ വീഡിയോയിൽ നമ്മുടെ ഫോൺ എടുത്ത് തന്നില്ലേ, ആ പുള്ളിക്കാരൻ്റെ കാറാണ് കേട്ടോ. അവരുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ ആളപ്പം തന്നെ വന്ന് കാറൊക്കെ മാറ്റിയിട്ട് തന്നു. ഞങ്ങൾ ഇറങ്ങിയതും നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ, വേറെ ആരുമല്ല, ഗൂഗിളിൻ്റെ. അപ്പോൾ കാശുകുടിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടെ ഒരു ബസ് കയറി വന്നു കേട്ടോ. അപ്പോൾ വൈറ്റ് ലൈനിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എറണാകുളത്തോട്ട് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ബസ്സിൽ വരുന്നത്. സാധാരണ വരുമ്പോൾ അച്ഛനോ ആരെങ്കിലും കൂടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ കാശുകുട്ടിനെ കണ്ടതും കാശുകുട്ടിന് പിന്നെ ഭയങ്കര പോസായി. കാശുകുട്ടിന് പക്ഷേ ഒരാളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ. പിന്നെ വന്നപ്പോൾ തന്നെ അച്ചപ്പം ഉണ്ടാക്കിയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചേച്ചിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അന്ന് വർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ പാലട പായസവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഫസ്റ്റ് ക്രൈയിലേക്കാണ്. ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് വാങ്ങാനാണ് കേട്ടോ പോയത്. നമ്മുടെ ചേച്ചിയുടെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ പോകാൻ പറ്റില്ല എന്ന് കരുതിയതാണ്, പക്ഷേ എന്നാലും പോകാൻ പറ്റി. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റാണ് വാങ്ങിയത്. ബേബി ഹഗിൻ്റെ സൈക്കിളാണ് കേട്ടോ. നല്ല സൈക്കിളാണ് അത്യാവശ്യം. പിന്നെ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഓഫറിനാണ് കിട്ടിയത്. പിന്നെ അതിനിടയ്ക്ക് ഇവിടെ സെക്കൻഡ് ടൈമാണ് കേട്ടോ. കാശിക്കുട്ടിനെ കൊണ്ട് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ എപ്പോഴും ഒരു ഏരിയയിൽ മാത്രമേ നിൽക്കാറുള്ളൂ. പിന്നെ പറ്റാവുന്നിടത്തോളമൊക്കെ നശിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്.